വിലയിത താൻ അവിടെ നിന്ന് നൃത്തം ചവിട്ടാണ്ട് ആ ഓലെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുക. ആ അടിയോടി ദേഹണ്ണത്തിന് കുഞ്ഞും പോയ തന്നെയല്ലേ? സഹായികളൊക്കെ എത്തിയിട്ടുണ്ട്. നാഗസുരക്കാരനെ ഏൽപ്പിച്ചോ? ആ കേശവമാരായ മതിയായിരുന്നു. അതെ മൂപ്പര്. ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. 24 മണിക്കൂറിന്റെ സമയമുള്ളൂ. എന്തൊക്കെ കുറവുണ്ടേലും സദ്യ കേമാവും. അതുപോലെ താൻ പോടും. എന്റെ വായെന്നൊന്നും കേട്ട മുഹൂർത്തം കുറിച്ച് കിട്ടിയിട്ടുണ്ട്. 10-നും 11-നും ഇടയിലാ. നന്നായി. ക്ഷേത്രത്തിലെ ഏർപ്പാടുകളൊക്കെ ശരിയാക്കിയിട്ടില്ലേ? എംബ്രാന്തിരി ഉണ്ട് അവിടെ. ഗുരുക്കളെവിടെ? മാമ്പറ്റ ഭാഗത്ത് 2-3 വീട് കൂടെ വിളിക്കാനുണ്ടല്ലോ. ഗുരുക്കളെ വലിയേട്ടൻ വടക്കേ മനക്കിൽ അയച്ചിരിക്കുക. അതെന്തിനാ? കുറച്ച് ശിഷ്യന്മാരെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. ഒരു ബലത്തിന്. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ. വലിയേട്ടിന് പേടിയാ? പേടിയുടെ ഒന്നുമല്ല. എന്നാലും അങ്ങാടിയിൽ കുറെ എണ്ണം. പോകാൻ പറ അവന്മാരോട്. കാവുംപാട്ടുകാർ ആരാണെന്ന് നാളെ അവന്മാർ അറിഞ്ഞോളും. മുത്തശ്ശി കൂടി ഇരുന്ന് കൂട്ടു നിൽക്കാണോ? എനിക്ക് കല്യാണം വേണ്ട മുത്തശ്ശി. എന്താ ഇത് കഥ? ധിക്കാരം പറയുന്നു നീ. മര്യാദയ്ക്ക് മൂത്തോര് പറയുന്നത് അനുസരിക്കുന്നുണ്ടോ? എന്നോടൊരു വാക്ക് ചോദിക്കാതെ എങ്ങനെ ഉറപ്പിക്കുക? വാങ്ങിക്കന്റെ കയ്യിൽ നിന്ന്. നിന്റെ അനുവാദം വാങ്ങിച്ചതൊക്കെ നടത്തുക. എനിക്ക് പറ്റില്ല അയാളെ കല്യാണം കഴിക്കാൻ. എന്താടി അവനൊരു കുറവ്? പിന്നെ ശിവായി ചേർക്കണേ വേണമായിരിക്കും നിനക്ക്. വാശിയുടെ വൈരാഗ്യത്തിന് കാര്യമല്ലത്. ഞങ്ങൾക്ക് അന്യോന്യം മറക്കാൻ കഴിയില്ല. മറക്കണം. താനെല്ലാം മറന്നേ പറ്റൂ. ആ പെൺകുട്ടി നാളെ എന്റെ ഭാര്യയാവാൻ പോവുകയാണ്. അന്യന്റെ ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും പാവമാണ്. അറിയില്ലേ ശിവശങ്കരനെ? നിങ്ങളുടെ കണക്കുകൾ തീർക്കാൻ വേണ്ടി പാവ കുട്ടിയുടെ ജീവൻ നശിപ്പിക്കരുത്. കണക്കുകൾ തീർക്കാനോ? ഞങ്ങൾ ബന്ധുക്കൾ തമ്മിൽ എന്ത് കണക്ക് തീർക്കാൻ? അങ്ങനെ ഒന്നും കരുതരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നിങ്ങൾ ഇതിന് പിന്മാറണം. ഞാൻ ആ കുട്ടി അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയി. അയ്യേ, എന്താ ഇത്? കാവുംപാട്ടെ കുറുപ്പന്മാരെ വെല്ലുവിളിച്ച ശിവശങ്കരനാണോ ഇത്? മോശം. എവിടെ പോയി തന്റെ ചുണയൊക്കെ? ഇതുപോലൊരു സന്ദർഭത്തിൽ ഇങ്ങനെ വേണ്ടത്? ആൺകുട്ടിയായിട്ട് നിൽക്കേ. അത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹിച്ചു പോയെങ്കിൽ ധൈര്യത്തോടെ എല്ലാവരെയും എതിർത്തിട്ട് ആ കുട്ടിയെ സ്വന്തമാക്കാൻ നോക്ക്. മതി, നിർത്ത്. ആ മുഷിഞ്ഞോ? അല്ല, താൻ പോവാ. എന്തൊക്കെയാ എന്റെ അച്ഛൻ നീ കാട്ടാൻ പോണത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇന്നാണ് ശിവശങ്കരൻ അംഗം കുറിച്ച ആ 15ാമത്തെ നാള്. ഇന്നീ പെരുവണ്ണാപുരത്ത് എന്തൊക്കെ വിശേഷങ്ങളാണാവോ നടക്കുക? അവൻ വന്നോന്ന്? ആര്? ശിവശങ്കരൻ? ഇല്ലല്ലോ. അപ്പവൻ മുങ്ങിയതല്ല. ആ സിംഗപ്പൂരുകാരനും കുറുപ്പന്മാരും ചേർന്ന് മുക്കിയതായിരിക്കും. അപ്പുണ്ണിയാർ വേഗം എല്ലാവരും വിവരം അറിയിക്കും. നോക്കി നിൽക്കാതെ ചെല്ലുതായത്. കുഞ്ഞിലക്ഷ്മി, കുഞ്ഞിലക്ഷ്മി, എവിടെ പോയി കിടക്ക ഈ കുട്ടി? മുത്തശ്ശി, അവൾ ഇവിടെ എവിടെ കാണാനില്ല. കുഞ്ഞലക്ഷ്മി, കുഞ്ഞലക്ഷ്മി കണ്ടോ കുട്ടിയെ? ഇല്ല. കുട്ടി, കുട്ടി ഇത് എവിടെ പോയി കിടക്കണു ഈശ്വര? ഇനി ഈ വീട്ടിൽ നോക്കാൻ ഇടമില്ല. ചതിച്ചെന്റെ ഗുരുവായൂരപ്പ. മുത്തച്ഛി വിഷമിക്കാതിരിക്കും. അനന്താ, വീട്ടിലെ ആൾക്കാരെ വിളിക്കും. കുഞ്ഞലക്ഷ്മി എവിടെ? ശിവശങ്കരൻ എവിടെ?
ഞങ്ങളുടെ പെങ്ങൾ എവിടെയെന്നാ ചോദിച്ചത്? ഞങ്ങളുടെ ശിവശങ്കരൻ എവിടെന്നാ ചോദിച്ചത്? മര്യാദയ്ക്ക് എവിടെയുണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലത്. മര്യാദക്ക് എവിടെയുണ്ടെന്ന് പറയുന്ന നിങ്ങൾക്ക് നല്ലത്. പറയുന്നടാ ചെറ്റകളെ, അടിക്ക് കുറുക്കളെ, അടിക്ക് പുഷ്പാങ്കത. ഓടാ ഊതിരം കടക ഇത് കൊല്ലില്ലേ? പിന്നെ തല്ലുവല്ലേ? അയ്യോ എന്താ പ്രശ്നം? എന്താ എന്താ പ്രശ്നം? ഞാൻ സാധനം തരാം, ഞാൻ സാധനം തരാം. ഞാൻ തരാം. പോയി അടിക്കണ നല്ല വരിക. അടിക്കാടിക്ക് അങ്ങനെ നീക്ക്, ഇങ്ങനെ നീക്ക്, ഇങ്ങനെ നീക്ക്, ഇങ്ങനെ നീക്ക്. ഞങ്ങൾ വന്നാ കള്ളക്കളി പുറം. നിർത്തിയോ എല്ലാരും? ചോര വരുന്നുണ്ടല്ലോ. സാരമില്ല, ഏത് നല്ല കാര്യത്തിനും അല്പം ചോര പൊടിയുന്നത് ഐശ്വര്യമാണ്. അമ്മേ, അവരെ വിളിക്കേ. വേണ്ട, ആവേശം കാണിക്കണ്ട. നീ ഞങ്ങളെ ചതിക്കായിരുന്നു അല്ലടാ? അതെ, ചതിക്കുകയായിരുന്നു. പിന്നെ നിങ്ങൾ എന്താ കരുതിയത്? എല്ലാം മറന്ന് കാവുംപാട്ടെ സംബന്ധക്കാരനാകാൻ ഞാൻ ഓടി വരുന്നു? അങ്ങനെ ഓടി വരാൻ അച്ചു വിഡ്ഢിയല്ല. ആ, കൃത്യസമയത്ത് മുത്തശ്ശി എത്തിയല്ലോ. പരിഭ്രമിക്കണ്ട, അരുതാത്തൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. മുത്തശ്ശി ഇവരെ അനുഗ്രഹിക്കണം. തറവാടിന്റെയും പാരമ്പര്യത്തിന്റെയും പഴങ്കഥകളുടെ പേരിൽ എന്റെ അമ്മയുടെ കണ്ണുനീർ ആ മുറ്റത്ത് കുറെ വീണിട്ടുണ്ട്. അച്ഛന്റെ ആഗ്രഹത്തിന് സമ്മതം മൂളാൻ അന്ന് മുത്തശ്ശി മനസ്സ് കാണിച്ചില്ല. ചരിത്രം ആവർത്തിക്കണ്ട, ഇവരൊരുമിച്ച് ജീവിച്ചോട്ടെ. അതിനൊരു നിമിത്തമാകാൻ കഴിഞ്ഞല്ലോ എന്ന ആഹ്ലാദത്തോടെ എനിക്കും അമ്മയ്ക്കും തിരിച്ചു പോകാം. കഥകളിലെല്ലാം വായിക്കുന്ന പോലെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് പ്രതികാരം നടത്താനല്ല ഈ പെരുവണ്ണാപുരത്ത് വന്നത്. കുട്ടിക്കാലം മുതലേ അമ്മ പറഞ്ഞു കേട്ട ഈ നാടും ഇവിടുത്തെ ആളുകളും പിന്നെ ആ വലിയ തറവാടും എല്ലാം ഒന്ന് കാണാൻ, വെറുതെ കണ്ട് തിരിച്ചു പോകാൻ. വാശിയും വെല്ലുവിളിയും ഒക്കെ നമുക്കിവിടെ കൊണ്ട് അവസാനിപ്പിച്ചുകൂടെ? ഇവരെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം.
എന്താടാ മീഴ്ച നിക്കണത്? നടക്കണ കാവും പാട്ടേക്ക്. ദേവകി, അച്ചു നീ പോവായോ? ഓണം മുത്തശ്ശി. നിർത്ത്. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് നിന്ന് ആഘോഷിച്ചിട്ട്. ഇല്ല, ഇപ്പൊ സമയമില്ല. പെരുവണ്ണാപുരത്തെ പുതിയ വിശേഷങ്ങളുമായി ഇനി അച്ചു വരും. ഏലപ്പുലയേലോ ഏലപ്പുലയേലോ